തൊഴിലുറപ്പ് പദ്ധതിയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ നിരവധി നമ്മൾ ചെയ്തു. പക്ഷേ ഇപ്പോൾ അവസാനമായി മറ്റ് മുഖ്യധാര ചാനലുകളും മാധ്യമങ്ങളൊക്കെ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോസും ബൈറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. 2-3 പ്രശ്നങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. ഒന്ന്, മേറ്റുമായി ബന്ധപ്പെടുത്തി അവരുടെ ജോലി ചെയ്യുന്നില്ല, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സ്റ്റേറ്റിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് സ്ട്രിക്റ്റ് ആയാൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. തൊഴിലാളികൾ പലരും ജോലിയിൽ ഉഴപ്പുന്നു, അതും കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു പഞ്ചായത്ത് വിചാരിച്ചാൽ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സ്റ്റേറ്റ് മിഷനിൽ നിന്ന് കുറച്ചുകൂടി ഇടപെട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഡിസ്ട്രിക്ട് മിഷനിലും സംവിധാനങ്ങളിലും കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ചുങ്കത്തറ പഞ്ചായത്ത്, മലപ്പുറം നിലമ്പൂരിലെ ചുങ്കത്തറ പഞ്ചായത്തിൽ അഴിമതി പിടിച്ചപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയിൽ നിന്ന് 30-ാം തീയതി ജൂൺ 30-ന് ഇവിടെ 26-ന് കത്ത് വരികയും കംപ്ലീറ്റ് ഓഡിറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്ന അതിലാണ്. പക്ഷെ ഞാൻ പറയാമെന്ന മറ്റൊരു വിഷയമാണ് ഇന്നിപ്പോൾ, അത് കേന്ദ്ര ഗവൺമെൻറ് കൂടി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കേന്ദ്രം ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തൊഴിലുറപ്പ് നിയമം കേന്ദ്രം ഉണ്ടാക്കിയതാണല്ലോ. ഈ നിയമത്തിൽ 40% തുക മെറ്റീരിയൽ വർക്കാണ്. മെറ്റീരിയൽ വർക്ക് എന്ന് പറഞ്ഞാൽ റോഡ്, പാലങ്ങൾ, പിന്നെ തൊഴുത്ത്, പിന്നെ കോഴിക്കോട്, കിണർ, ഇങ്ങനെ മെറ്റീരിയൽ വാങ്ങി ചെയ്യുന്ന വർക്കാണ്. അതിൽ അൺസ്കിൽഡ്, സെമി സ്കിൽഡ്, സ്കിൽഡ്, ഇങ്ങനെ 3 ടൈപ്പ് ആളുകളുണ്ട് ഈ ജോലി ചെയ്യാൻ. അൺസ്കിൽഡ് എന്ന് പറയുന്നവരാണ് ഈ ചെത്തിപ്പറിപ്പും പിന്നെ കയ്യാലകോരലും ഇങ്ങനത്തെ, അത് ഭൂരിപക്ഷം പേരും ചെയ്യുന്നതാണ്. എല്ലാവർക്കും പറ്റുന്നതാണ്. അത് ചെയ്യുന്നു. ഒരാഴ്ചക്കത്തവർക്ക് കൂലി കിട്ടുന്നു, 2 ആഴ്ചക്കത്തവർക്ക് കൂലി കിട്ടുന്നു. ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അതിങ്ങനെ പോകുന്നു, അത് റിട്ടേലായിട്ട് പോകുന്നു. പക്ഷെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് 40% തുക ചെലവഴിക്കുന്നിടത്താണ് ഈ അഴിമതി വരുന്നത്. കാരണം മുൻകൂട്ടി മൊബിലൈസേഷൻ അഡ്വാൻസ് ഇല്ലാത്തത് കൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആ പണിയെടുക്കാൻ കഴിയില്ല. നമ്പർ 1. നമ്പർ 2, അവരുടെ കയ്യിൽ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനുള്ള പരിപാടികൾ അവർക്കറിയില്ല. നമ്പർ 3, അതിനുള്ള സെമി സ്കിൽഡ് ആൻഡ് സ്കിൽഡ് ലേബേഴ്സ് അവരുടെ കയ്യിലില്ല. റോഡ് പണി ചെയ്യണം, അത് ടാർ വർക്ക് മറ്റുമൊക്കെയാണ്, അത് തൊഴിലാളികൾക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനെ സെമി സ്കിൽഡ് വർക്കേഴ്സ് അറിയാത്തത് കൊണ്ട്, അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഇവരെന്ത് ചെയ്യും? ഇത് പണമില്ലാത്തത് കൊണ്ടും, സ്വന്തമായി വർക്കെടുക്കാൻ പണമില്ലാത്തത് കൊണ്ടും അഴിമതി അവിടെയാണ് ഇങ്ങനെ കയറുന്നത്. അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ ഇരിക്കുന്ന ഓവർസിയറോ എഞ്ചിനീയർമാരോ ഈ വർക്ക് എടുക്കും. അവർ ഏതെങ്കിലും ബിനാമികൾക്ക് കൊടുത്ത് ഈ വർക്ക് ചെയ്യിക്കാൻ നോക്കും. അപ്പോഴേ ഇതിന്റെ കമ്മീഷൻ എല്ലാവരും പങ്കുവയ്ക്കുന്ന രീതിയിലേക്ക് മാറും. പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ എല്ലായിടത്തും വാങ്ങുന്നു എന്നല്ല, അങ്ങനെ അഭിപ്രായമില്ല. വാങ്ങുന്നവരെ കുറിച്ച് മാത്രം പഞ്ചായത്ത് സെക്രട്ടറിമാർ, അവിടുത്തെ ഓവർസിയർ, അങ്ങനെ തൊഴിലുറപ്പുകാർ, എഞ്ചിനീയർമാർ, അങ്ങനെ ഒരു ടീം ഇതിനകത്ത് ചെറിയ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും. അത് കഴിഞ്ഞ് കോൺട്രാക്ടർ ഇത് വർക്ക് ചെയ്തിട്ട്, എന്നാലും പൈസ കിട്ടുന്നത് തൊഴിലുറപ്പുകാരുടെ പേരിലാണ്. ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിയറിയാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റ് സംസ്ഥാനങ്ങൾ ഇതിനെ മറികടക്കുന്നത് NGOസിന് കൊടുത്തിട്ടാണ്. NGOസിന് വർക്ക് കൊടുക്കും, അവർ മൊത്തം വർക്ക് ചെയ്യും, മറ്റവർക്ക് നിന്ന് പൈസ മേടിക്കും. ഇവിടെ NGOസിനെ പ്രൊമോട്ട് ചെയ്യുന്നുമില്ല. അപ്പോൾ ഒന്നുകിൽ ഇതെന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ക്രിസ്റ്റൽ ക്ലാരിറ്റി കേന്ദ്ര ഗവൺമെൻറ് വരുത്തേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിനകത്ത് ഈ ഭാഗത്ത് പ്രതി കേന്ദ്ര ഗവൺമെൻറ്റാണ്. കാരണം നിങ്ങൾ പറയേണ്ടത് മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുക്കാൻ പറ്റുമോ? 1. 2, ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെ വർക്ക് എടുക്കുകയും അത് അൺസ്കിൽഡ് വർക്കേഴ്സ് എല്ലാം അവർ ചെയ്യുകയും ലേബർ വർക്കെല്ലാം ചെയ്യുകയും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവർ പർച്ചേസ് ചെയ്യുകയും പ്രൊക്യൂർ ചെയ്യുകയും ചെയ്യുന്ന കുറച്ച് ലേബേഴ്സിനെയും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പ്രൊക്യൂർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഹയർ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു തിയറി, ഒരു പുതിയ നയം, ഒരു പ്രിൻസിപ്പിൾ, ഒരു ആക്ട് കൊണ്ടുവരേണ്ട സമയമായി. അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ വേറെ തരത്തിൽ പോവുകയും അതിൽ അഴിമതിയൊക്കെ നടക്കുകയും ഇപ്പോൾ പിന്നെ പല പഞ്ചായത്തുകളിലും ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ തല്ലാണ്. അങ്ങനെ തല്ല് നടന്നതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിലായ പഞ്ചായത്തുകളുണ്ട്. വളരെ രസകരമായ രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സംവിധാനത്തിൽ നിയമത്തിലുള്ള ഒരു പ്രശ്നം കൂടി കൊണ്ടാണ് ഇത് നടന്നത്. പുന്നപ്ര വടക്ക് പഞ്ചായത്തിൽ തൊഴിലുറപ്പിൽ പ്രശ്നത്തിൻ്റെ പേരിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ അടിച്ച് കുറച്ച് പേർ ആശുപത്രിയിലാണ്. അഴിമതിയാണ് പ്രതിപക്ഷം ഉയർത്തുന്ന വാദം, അഴിമതിയാണ്. അതുപോലെ തന്നെ നിരവധി പഞ്ചായത്തുകളിൽ പെരിങ്കടവള ബ്ലോക്ക് ഏറ്റവും നന്നായി ചെയ്തിരുന്ന ബ്ലോക്കാണ്. നിലമ്പൂർ ബ്ലോക്ക് ഏറ്റവും 1ാമതായി ചെയ്തിരുന്ന ബ്ലോക്കാണ്. ഇവിടെ എല്ലാം അഴിമതി കണ്ടുപിടിച്ചതായിട്ടാണ് പിന്നെ ഓഡിറ്റിന്റെ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഈ അഴിമതി ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കരാർ വ്യവസ്ഥ കൊടുക്കേണ്ടി വരുന്നത് കൊണ്ടും ആ കരാർ വ്യവസ്ഥയിൽ ഈ പറഞ്ഞ പോലെ പിന്നെ നേരത്തെ അഡ്വാൻസ് ഇല്ലാതെ വരുന്നതൊക്കെ ചെയ്യുന്ന ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ജനങ്ങളുടെ കമ്മിറ്റി തന്നെ ഇത് ചെയ്യണമെങ്കിൽ അതിന് മറ്റൊരു സംവിധാനം കൂടി ഇതിനകത്ത് ആലോചിക്കണം. സ്കിൽഡ് ലേബേഴ്സിൽ ഇല്ലെങ്കിൽ അതിന് സ്കിൽഡ് ലേബേഴ്സിനെ ഉണ്ടാക്കാനുള്ള ചെറുപ്പക്കാരെയൊക്കെ വെച്ചുകൊണ്ടുള്ള, പ്രായം കുറഞ്ഞ ആളുകളെ വെച്ചുകൊണ്ടുള്ള സ്കിൽഡ് ലേബേഴ്സ് അതിനുള്ള ട്രെയിനിങ് എല്ലാം കൊടുത്ത് പിന്നെ അത്യാവശ്യം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള
സ്കിൽ ആവശ്യമുള്ള സാധനം മാത്രം വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഹയർ ചെയ്യാനുള്ള രീതി വെച്ചുകൊണ്ടുള്ള പുതിയ നിയമം ഉണ്ടാക്കാത്തിടത്തോളം കാലം ഈ അഴിമതികളും ഈ റിപ്പോർട്ട് തയ്യാറാക്കലും ഒക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖറാണ് പ്രധാനമായും. അതുപോലെ തന്നെ മിഷൻ ഡയറക്ടറും മന്ത്രിയും ഡൽഹിയിൽ പോകുമ്പോൾ മറ്റ് കാര്യങ്ങൾക്ക് പുറമെ ഇത് വളരെ ഗൗരവമായി കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തുകയും റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തുകയും വേണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇതിനെ സംബന്ധിച്ച് ഒരു ഇംഗ്ലീഷ് വീഡിയോയും കൂടി ചെയ്ത് ഡൽഹി വിഭാഗങ്ങളിൽ ഇരിക്കുന്നവർക്കും കൂടി എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം. സ്വാഭാവികമായും നമുക്ക് കേരളത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടക്കട്ടെ. ഇത് വലിയ അഴിമതിക്കാണ് വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഫീൽഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ.